ഗൗരിയും ദേവദാരുവിൻ്റെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ഗൗരി സംഗീതത്തിലെ പ്രേക്ഷകരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഗൗരി ശങ്കരത്തെ പേഴ്സണൽ ഒരുപാട് സപ്പോർട്ട് തന്ന ഓഡിയൻസാണ്. സോ അവരില്ലെങ്കിൽ ഈ ആദർശിൻ്റെ ക്യാരക്ടർ ഇത്രത്തോളം റീച്ചായി ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടിട്ടാണ് ഫസ്റ്റ് എന്നെ കണ്ടത് അവള്. ഗൗരി ശങ്കരം ആദർശ് അല്ലേ? ലവ് മാരേജ് ആയിരുന്നല്ലേ? അറേഞ്ച് മാരേജ്. അത് കഴിഞ്ഞിട്ടുള്ള പോയി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പുതിയ വിശേഷം? ഇനിയിപ്പോൾ ഈ മാരേജിൻ്റെ തിരക്ക് കാരണം ഒന്ന് പ്രോജക്ട്സ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊന്ന് 1 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് പോകണം. ഇപ്പോൾ അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. കണ്ണിന് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി പറയാൻ പറ്റുമോ? ഒരുപാടുണ്ട്. അതിൽ എന്തെടുത്ത് പറയേണ്ടത് എനിക്കറിയില്ല. അതായത് ഇഷ്ടപ്പെടാനുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ഹാൻഡിൽ ചെയ്യാൻ എല്ലാ വിധത്തിലും എൻ്റെ മൂഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ദേവദാരുവിൻ്റെ ക്വാളിറ്റീസ്, അതിപ്പോൾ നമ്മൾ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നായിട്ട് പറയണ്ട. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഇപ്പോൾ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്ന സ്നേഹം. ഈ ജനറേഷനിൽ കുറേ ഇതൊക്കെ ഉണ്ട് ഇത്. പക്ഷേ ഇവളെ ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ഷീ ഈസ് മൈൻ. സ്നേഹം. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കംഫർട്ടബിൾ അങ്ങനെയല്ല, അത് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്ത് ഇറ്റ്സ് ബിറ്റ്വീൻ 2 people. അത് ലവ് മാരേജ് കഴിഞ്ഞിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, അറേഞ്ച് മാരേജ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അണ്ടർസ്റ്റാൻഡ് അല്ലാണ്ട് അങ്ങനെയും പോകുന്നുണ്ട്. സോ കല്യാണം കഴിക്കുക, അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, സംസാരിക്കുക, എല്ലാം പ്രശ്നങ്ങളും സോൾവ് ആകും. അത്രേ പറയാനുള്ളൂ. ഞാൻ ജേർണലിസം ആണ് പഠിച്ചത്. ഇപ്പം ഞാൻ നിലവിലൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക ചെന്നൈയിൽ. സെറ്റിൽ അത് ആലോചിച്ചിട്ടില്ല. ഞാൻ ചെന്നൈ ബേസ്ഡ് സെറ്റിൽഡാണ്. സോ മേ ബി ഇവൾക്ക് ഞങ്ങളുടെ തറവാട്ടിലിരിക്കണം എന്നാണ് ആഗ്രഹം. സോ അത് പോസിബിൾ അല്ല അത്. അപ്പോൾ എന്താ അറിയില്ല, മേ ബി പുറത്ത് പോകാം, ഇല്ലെങ്കിൽ ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് ഇവളുടെ ജേർണലിസമോ അല്ലെങ്കിൽ എൻ്റെ ആക്ടിങ്ങോ കണ്ടിന്യൂ ചെയ്ത് പോകാൻ. അതാണ്. സീരിയലിൻ്റെ ഇപ്പോൾ മാരേജ് കാരണം ഞാൻ ഭയങ്കര ക്ലോസ് ആയ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോൾ അരിയുണ്ട്, ശങ്കറുണ്ട്, ധ്രുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു. പിന്നെ റിസപ്ഷനാണ് വേണിയായിട്ട്, ഞാൻ എൻ്റെ വൈഫായിട്ട് ആക്ട് ചെയ്ത വേണി, മറ്റ് ആക്ടേഴ്സൊക്കെ അവിടെ എത്താമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഫാമിലി ജസ്റ്റ് ഒരു ചെറിയൊരു ഫങ്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അത്രയും ദൂരത്തിന് ട്രാവൽ ചെയ്ത് വരണോണ്ടാണ് ഞാൻ റിസപ്ഷന് വരാൻ പറഞ്ഞത്. മേ ബി അവിടെ കാണാം. ഈ ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അതെ, ഇതിലും ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവർക്ക് ചെങ്ങന്നൂരിലാണ് ചെയ്യണമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഗുരുവായൂർ വെച്ച് ചെയ്യണം, എനിക്ക് അതാണ് താല്പര്യം. എന്താ വെച്ചാൽ ആ കൃഷ്ണൻ്റെ മുമ്പിലിരുന്നിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അത് വേറെ ഫീലാണ്. അത് ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കും. എക്സ്പീരിയൻസ് ചെയ്തു ഇപ്പോൾ. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഇവളും ഫസ്റ്റ് ഓക്കെ ഒന്നും അറിയിരുന്നില്ല, ചെങ്ങന്നൂർ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു അറിയില്ല, പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഇവളുടെ മൈൻഡ് മാറി. മേ ബി ഗുരുവായൂരപ്പം വന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഗുരുവായൂർ. അല്ല, ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതിട്ടേ ഉള്ളൂ. ഇന്നലെ ഞാൻ തനിച്ച് പോയി തൊഴുതുണ്ടായിരുന്നു, ഇന്ന് ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുതു. വരണം, ഞങ്ങളുടെ ഇതൊന്ന് ബിസി ഷെഡ്യൂളൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിനായി വരണം. താങ്ക് യു.